ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണം. വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ എന്താണ്? ബൽറാം. റീജിത്ത്, അല്പസമയം മുമ്പാണ് ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ വെച്ച് വ്യോമസേനയുടെ വാഹനത്തിന് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായത്. ഈ വ്യോമസേനയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ഭീകരർ ഒളിച്ചിരുന്ന് വെടിയുതിർക്കുകയായിരുന്നു. ഈ വ്യോമസേന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ, അത് ട്രക്കുകളിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. ആ ട്രക്കിന്റെ 3 വശത്തു നിന്നും വെടിയുതിർത്തിട്ടുണ്ട് ഭീകരവാദികൾ. ഈ വാഹനത്തിന്റെ ഗ്ലാസുകൾ വെടിവെപ്പിൽ തകർന്നിട്ടുണ്ട്. കൂടാതെ ഈ പിൻവശത്തുള്ള ടാർപോളിനടക്കമുള്ളവയിൽ വെടി ഏറ്റിട്ടുണ്ട്. 5 സൈനികർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വ്യോമസേന ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചിരുന്നു. തുടർന്ന് ഈ ഭീകരവാദികൾ ഉടൻ തന്നെ അവിടെ നിന്നും മാറുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തൊട്ടു പിന്നാലെ തന്നെ ഈ വാഹനങ്ങൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അടുത്തുള്ള എയർബേസിലേക്ക് വാഹനങ്ങൾ മാറ്റി. തുടർന്ന് വാഹനങ്ങൾ സുരക്ഷിതമാക്കിയ ശേഷം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾസിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് വേണ്ടി വനമേഖലയോട് ചേർന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.